രാഷ്ട്രീയ പകപോക്കൽ മുതലമട തേക്കടി അല്ലിമൂപ്പൻ ഉന്നതിയിലെ വീടുകൾക്ക് നമ്പർ അനുവദിക്കാതെ അധികൃതർ. ആദിവാസി ആരോഗ്യ സംരക്ഷണത്തിനായി MLA അനുവദിച്ച ആംബുലൻസ് പഞ്ചായത്ത് അധികൃതർ മാറ്റി. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് മുതലമട തേക്കടി അല്ലിമൂപ്പൻ ഉന്നതിയിലെ 100ഓളം കുടുംബങ്ങൾ വലയുന്നത്. വീടുകൾക്ക് നമ്പർ അനുവദിച്ചിട്ടില്ല. ആരോഗ്യ സംരക്ഷണത്തിനായി MLA അനുവദിച്ച ആംബുലൻസും പഞ്ചായത്ത് അധികൃതർ മാറ്റി. വഴിയും വെളിച്ചവുമില്ലാതെ വലയുകയാണ് ഈ കുടുംബങ്ങൾ. ഇടതുപക്ഷം ഭരിക്കുന്ന മുതലമട പഞ്ചായത്തിലെ തേക്കടി ഉന്നതികളിൽ പ്രധാനമന്ത്രി ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചതാണ് അധികൃതരുടെ പ്രതികാര നടപടികൾക്കിടയാക്കിയത്. വീട് നിർമ്മാണത്തിന് ശേഷം വൈദ്യുതിക്കായി പുരപ്പുറ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കിയെങ്കിലും ഭൂരിപക്ഷം വീടുകളിലും പദ്ധതി പ്രകാശിച്ചില്ല. തമിഴ്നാട് സേത്തുമട വഴി കിലോമീറ്ററുകൾ ചുറ്റി മണിക്കൂറുകളെടുത്ത് ഉന്നതിയിലെത്താൻ കഴിയുന്നതിന് പകരം മുതലമട ചെമ്മണാമ്പതിയിൽ നിന്ന് വനപാത നിർമ്മിക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ച് സ്ഥലം കണ്ടെത്തിയെങ്കിലും വനപാത നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. തേക്കടി ഉന്നതികളിൽ നിന്ന് 13 കിലോമീറ്റർ കൊണ്ട് മുതലമടയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ കഴിയുന്ന സൗകര്യമാണ് അധികൃതരുടെ അനാസ്ഥയിൽ കുടുങ്ങിയത്. അതാണ് അതിന്റെ ലക്ഷ്യം. ആദിവാസികൾ ഇപ്പോൾ അടിമയാണോ? അതായത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള 2005 കാലഘട്ടങ്ങളിൽ വനാവകാശ നിയമം എന്തായിരുന്നു? ആ വനാവകാശ നിയമം ഉൾക്കൊള്ളാൻ ആരും തയ്യാറല്ല. ഇപ്പൊ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, മാറി മാറി വരുന്ന ഗവൺമെന്റുകളായിക്കോട്ടെ, ഇവരൊന്നും അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. വനത്തിലുള്ള ആദിവാസികൾക്ക് ഗതാഗത സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന നിയമങ്ങളുണ്ട്. നമുക്ക് 2 ഹെക്ടർ ഭൂമിയുടെ ആവശ്യമേ വരുന്നില്ല. ഇവിടെ നിന്ന് അങ്ങടേക്ക് 2 ഹെക്ടർ ഭൂമിയുടെ ആവശ്യമില്ല. നിലവിൽ അപ്പുറത്ത് റോഡുണ്ട്. ഈ ഗാന്ധി ജയന്തിയിൽ അന്ന് ഞങ്ങളിത് തീരുമാനിക്കാൻ കാരണം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയ നാട് ഇന്നും അടിമയിലാണ്. അതും കൂടി അറിയട്ടെന്ന് വേണ്ടി തന്നെയാണ്. പകർച്ചവ്യാധികൾ, അപകടങ്ങൾ തുടങ്ങിയവ തുടർക്കഥയായ ഉന്നതികളിലെ ആരോഗ്യ സംരക്ഷണത്തിനായി MLA K. ബാബു അനുവദിച്ച ആംബുലൻസാണ് MLAയുടെ തന്നെ മൗനാനുവാദത്തോടെ പഞ്ചായത്ത് അധികൃതർ ഉന്നതിയിൽ നിന്ന് മുതലമടയിലേക്ക് മാറ്റിയതെന്ന് പരാതിയുണ്ട്. വീട് നിർമ്മാണം കഴിഞ്ഞയുടൻ പഞ്ചായത്തിനെ അറിയിച്ചെങ്കിലും നമ്പർ കിട്ടാതെ വന്നതോടെ ട്രൈബൽ ഓഫീസ്, MLA, MP, മന്ത്രി എന്നിവർക്ക് പരാതിയും അപേക്ഷയും നൽകിയെങ്കിലും നിരാശയാണ് ഫലം. റോഡ് വരുന്നത് കാണാനില്ല. ഞങ്ങള് ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും ആ വഴിയിലാണ് പോണത്. ഇപ്പൊ ആ വണ്ടി കൂടെ അതിൽ വിടുന്നില്ല. ഞങ്ങൾ മരിച്ചു കിടന്നാലേ അവിടെ ആരും അന്ന് ഒരു പെണ്ണ് മരിച്ചു. അതിൽ കൊണ്ടുവരാൻ ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടി. ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ല സാറേ. ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവിടെ തമിഴ്നാട്ടില്. അപ്പൊ ഞങ്ങൾക്ക് ഈ കേരളത്തിൽ കൂടി ഒരു റോഡുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പ വളയാണിത്. CPM-ന് മാത്രം സ്വാധീനമുണ്ടായിരുന്ന തേക്കടി ഉന്നതികളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വേരുറപ്പിച്ചതാണ് പഞ്ചായത്ത് അധികൃതരുടെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെയും അപ്രീതിക്കിടയാക്കിയതെന്നാണ് ഉന്നതിവാസികളുടെ ആരോപണം. ഇത് മാത്രമേ 1972 ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫുള്ളും മലയാണ്, പാറകളാണ്, മരങ്ങളാണ്. ഇതൊക്കെ വെട്ടിത്തെളിച്ചാൽ മാത്രമേ ഇതിൽ കടന്നു പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു. പക്ഷെ അതില്ലാതെ വനം നശിപ്പിക്കാതെ ഒന്നും മാറ്റാതെ തന്നെ ഞങ്ങൾക്ക് ഒരു കൂലിക്ക് വേണ്ടിയോ ഇപ്പൊ ഗവൺമെന്റ് കുറെ പൈസ ഫണ്ട് ചെലവാക്കാൻ വേണ്ടിയിട്ടല്ലേ മടിക്കുന്നത്. എത്രയോ ഫണ്ടുകൾ ഇപ്പൊ മുഖ്യമന്ത്രി ഇപ്പൊ നമ്മൾ ഈ ബഡ്ജറ്റിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 3054 കോടി. അത് റോഡ് വെട്ടാൻ വേണ്ടി മാത്രം 3054 കോടിയും ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 961 കോടിയും റോഡിന്റെ കാര്യത്തിന് മാത്രം ഇറക്കിയിട്ടുണ്ട്. ഇതേപോലെ റോഡിന്റെ ഗ്രാമീണ സടാക്ക് യോജന മറ്റു പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമുണ്ട്. അതുപോലെ അതിപ്പോ ഏത് കാലാവസ്ഥയിലുള്ളതാണെങ്കിലും നമ്മൾക്ക് വനം വഴി ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ നഗരവുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു സ്കീമാണത്. അതുപോലെ ഞങ്ങൾക്ക് ഇതാക്കി തന്നിട്ടില്ല. കാരണം ഇങ്ങനെ നമ്മൾ ഒരു ഒത്തുതീർപ്പിന് വരുമ്പോൾ ഈ സ്കീമിൽ ഉൾപ്പെട്ട് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാലും കൂടി കുഴപ്പമില്ല. ഇത് എപ്പോഴും വരെ ഒരു ഒത്തുതീർപ്പ് വരും, പിന്നെ ഞങ്ങളെ പോയിരിക്കും, വരും എന്ന് കാത്തിരിക്കുക. ഇത്ര വർഷം എത്ര പേരുടെ ഭാവി പോയെന്നറിയോ? എത്ര പേരെ ഇപ്പൊ ഒരു ലെറ്റർ പോലും ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. അവിടെ ഇപ്പൊ ഒരു ജോലിക്ക് ഒരു ലെറ്റർ വന്നാലും കൂടി അത് ഞങ്ങൾ കൃത്യസമയത്ത് എത്തുന്നില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.